പിന്നോക്ക വിഭാഗത്തിലുള്ളവരുമുണ്ട്, പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരുമുണ്ട്, മുന്നോക്ക ജാതി വിഭാഗത്തിൽപ്പെട്ടവരുമുണ്ട്, ഇനി മറ്റ് വിവിധ മത വിഭാഗങ്ങളുണ്ട്. എല്ലാം ചേർന്നതാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി. മാറ്റിയാ ഇപ്പോൾ ഇങ്ങനെയെല്ലാം വെറുതെ വേറെ ഒന്നുമില്ലാതിരിക്കുമ്പോൾ ഓരോ ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. ആളല്ലേ, ആകെ 17 ആളല്ലേ ഉള്ളൂ. എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരുമുണ്ട്. അങ്ങനെ എല്ലാവർക്കും ഓരോ മതവിഭാഗം അടിസ്ഥാനപ്പെടുത്തി ജാതി വിഭാഗം അടിസ്ഥാനപ്പെടുത്തിയിട്ടാണോ പാർട്ടി സെക്രട്ടേറിയറ്റ്? ആയിക്കോട്ടെ. നിങ്ങൾ ഈ വെറുതെ നെഗറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്ന ഒരു ചോദ്യത്തിനും ഈ പാർട്ടിക്ക് ഒരു താല്പര്യമില്ല. നെഗറ്റീവായ ഒരു കാര്യം പാർട്ടിയുടെ ശ്രദ്ധയെ വരികയും ചെയ്യില്ല. പോസിറ്റീവായ കാര്യം നിങ്ങളൊന്നും ചോദിച്ചോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ആ വാർത്തയൊന്നും നിങ്ങൾ കൊടുത്തോ, അത്രയേ ഉള്ളൂ. എനിക്കതിനെ പറ്റി ഒന്നും പറയാൻ കഴിയില്ല. അതിന് BJPക്കാരോട് ചോദിക്കേണ്ടിയാണ്. പാർട്ടിക്കകത്ത് 10-80,000-ഓളം കാരണന്മാരുണ്ട് കേരളത്തിൽ. ഒരു 5-10 കാരണന്മാരുള്ള ഒരു പാർട്ടിയൊന്നുമില്ല കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. 80,000-ഓളം വരുന്ന പാർട്ടി കാരണന്മാർ, തിരഞ്ഞെടുക്കപ്പെട്ട നേതാക്കന്മാരുള്ള പാർട്ടിയാണ് CPI. അതിൻ്റെ അകത്ത് താഴെ ലോക്കൽ സമ്മേളനങ്ങൾ, അല്ലെങ്കിൽ ബ്രാഞ്ച് സമ്മേളനം, ലോക്കൽ സമ്മേളനം, ഏരിയ സമ്മേളനം, ജില്ലാ സമ്മേളനം, സംസ്ഥാന സമ്മേളനം എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞപ്പോൾ ഏറ്റവും ആരോഗ്യകരമായ രീതിയിൽ സ്വയം വിമർശനവും ഒക്കെ നടത്തി കൃത്യമായിട്ട് നവീകരിക്കപ്പെട്ട ഒരു പാർട്ടി സംവിധാനമാണ് കേരളത്തിൽ ഇപ്പോഴും ഉള്ളത്. അതാണ് അടുത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും അടുത്ത് വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്കും ഒക്കെ മുമ്പോട്ടേക്ക് പോകുന്നത്. തുടർച്ചയായി 3ാം ടേം ഗവൺമെൻറ്, ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വരുന്ന രാഷ്ട്രീയ പശ്ചാത്തലമാണ് പരിപക്വമായിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ടുള്ള പാർട്ടിയാണ് സജ്ജീകരിച്ചത്. ലീഗുമായിട്ട് മുമ്പ് തന്നെയാണ് ബന്ധം. ഇതൊക്കെ വിചാരിക്കും പുതിയ എന്തോ ഒരു ബന്ധം ഉണ്ടാക്കാൻ പോകണം. അവർ UDF-ന്റെ ഭാഗമായിട്ട് നിൽക്കുകയല്ലേ. ആ പാർട്ടിയായിട്ട് ഞങ്ങൾക്ക് എന്തുപോലെ ബന്ധം? ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്നൊരു ജനക്കൂട്ടമൊന്നുമല്ല. കൃത്യമായ രാഷ്ട്രീയ നിലപാടനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയും പ്രസ്ഥാനമാണ്. അപ്പോൾ നയത്തെ അടിസ്ഥാനപ്പെടുത്തിയല്ലാതെ, നിലപാടിനെ അടിസ്ഥാനപ്പെടുത്തിയല്ലാതെ ഒരാളെ സംബന്ധിച്ച് ആലോചിക്കുന്ന പ്രശ്നം CPM-നില്ല. അത് എവിടെയാണ് നടത്തേണ്ടത്? എവിടെയാണ് സമരം ചെയ്യേണ്ടത്? യഥാർത്ഥത്തിൽ സമരം എവിടെയാണ് നടത്തേണ്ടത്? അത് നടത്തിക്കോട്ടെ, നടത്തണമെന്നാണ് നമ്മുടെ അഭിപ്രായം. ആശാ വർക്കർമാരുടെ സമരത്തോടൊന്നും ഞങ്ങൾക്ക് വിയോജിപ്പില്ല. ഞങ്ങൾ ഒരിക്കലും ഒരു സമരത്തെയും വിയോജിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നവരല്ലോ. ആശാ വർക്കർമാരുടെ മേലെ ചില ആളുകൾ, ജമാഅത്ത് ഇസ്ലാമി, അതുപോലെ തന്നെ SDPI, SUCI തുടങ്ങിയവരെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക രീതിയാണ്. അതിനെയാണ് ഞങ്ങൾ ശക്തിയായിട്ട് അന്ന് ഇന്ന് എതിർത്തത്. ആശാ വർക്കർമാരുടെ സമരത്തോടൊന്നും ഞങ്ങൾക്ക് വിയോജിപ്പില്ല. വെറുതെ ആര് വെറുതെ പറഞ്ഞു? നിങ്ങളെ ചോദ്യം മുഴുവൻ തെറ്റാണ്. നിങ്ങളെവിടെയാ? ദേശാഭിമാനി ഒരു പത്രവും അംഗീകരിച്ചിട്ടില്ല, അംഗീകരിക്കുന്ന പ്രശ്നമില്ല. PDP എന്നത് വേറൊരു പാർട്ടിയാണ്. അതല്ല, അത് ഇതുപോലെയല്ല. ജമാഅത്ത് ഇസ്ലാമിനെ പോലെയോ അല്ലെങ്കിൽ SDPI പോലെയൊരു പാർട്ടിയല്ല അത്, കേട്ടോ. ഇപ്പോൾ സത്യമില്ല. SDPI ഞങ്ങൾക്ക് യാതൊരു ബന്ധമില്ല. പത്രം കിട്ടിയില്ല, ഒരു സ്ഥലത്തുമില്ല. ഈ നിങ്ങളെ പഞ്ചായത്തായിരിക്കും. ആ പഞ്ചായത്ത് നിങ്ങൾ തന്നെയാണ് ഉണ്ടായിട്ടുണ്ട് വാർത്ത. ആ വാർത്ത പടച്ചുണ്ടാക്കിയിട്ട് നിങ്ങൾ തന്നെയായിരിക്കും, വേറെ ആരും ഉണ്ടാക്കിയ. ഞങ്ങൾക്ക് SDPI ആയിട്ട് ഒരു ബന്ധമില്ല, ജമാഅത്ത് ഇസ്ലാമിയായിട്ട് ഒരു ബന്ധമില്ല. കേരളത്തിലെ ഒരു സ്ഥലത്തുമില്ല. ഇനി ഉണ്ടാവുകയും ചെയ്യാം. പോരെ.